വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. കുട്ടി വരൂ. നമ്മുടെ പരിപാടി എത്രയോ നിർത്തി ചൂടാനുള്ള പരിപാടിയാണ്, ചെയ്യാൻ പറ്റില്ലേ? ജോസപ്പേ, ഞാൻ എത്തി. ശരിയായിട്ട് അങ്ങനെ എന്റെ ശിക്ഷണത്തിൽ ഓരോന്ന് പഠിച്ചിട്ട് തനിക്കൊരു IAS കാര്യാവാം. ആ, ഇന്ത്യൻ അടുക്കള സർവീസ്. നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു നഗ്ന സത്യം കൂടി പറയാനുണ്ട്. ശരിക്കും സിവിൽ സർവീസ് ആണ് ലക്ഷ്യം. ഒരു നീ ഒന്ന് ശരിക്കും തള്ളേ. ഞാൻ ശരിക്കും തള്ളുന്നുണ്ടോ? IAS എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ IPS എന്നുള്ള ലക്ഷ്യം, ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെ ആയിരിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ആളാണ് ഞാൻ. വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട്. ഇവിടെ പറയുന്നേ കിടക്കട്ടെ സാർ, പോയി കിടന്നോളൂ. ഇനി ഞാൻ ഞെട്ടിക്കുന്ന ഒരു സത്യം പറയട്ടെ. ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് കണക്ക് തിരഞ്ഞെടുത്തു? ആർട്സ് സയൻസ് കോളേജിൽ മാത്തമെറ്റിക്സ് BSc ചേരുന്നു. തീർച്ചയായിട്ടും അതിനൊരു വലിയൊരു കഥ പോലെ പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് വല്ലാത്തൊരു കഥയാണ്. ബാക്കി പറഞ്ഞു കൊടുക്കാറോ? യൂണിവേഴ്സിറ്റി മാർക്കുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒന്നാം സെമിസ്റ്ററിൽ മാത്തമെറ്റിക്സിന് 0 മാർക്കാണ് ലഭിച്ചത്. കിഡ്നി ഫെയർ ചത്തു. ആര്യക്ക് എന്തറിയാം? ആര്യക്ക് എവിടെയൊക്കെയാണ് കണക്കിൽ തെറ്റ് പറ്റാറ്? നമ്മളെല്ലാം വെറും വിധികളാണെന്നാണ് നമ്മളുടെ വിചാരം. നോക്കിയിരിക്കാതെ ചോദിക്കുന്നേ. എന്ത് ഗീർവാണം അടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. അവൻ 0 മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ IPS എന്ന് പറയുകയും ഞാൻ IPS ആകാനായിട്ട് കൈരളി ചാനൽ അവർക്ക് ആശംസകൾ നേടുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തികേടാണെന്ന് തോന്നി. ആ പന്തികേട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അപ്പൊ ഇവരെ ആരും നിങ്ങൾ ചേർത്ത് പിടിക്കണ്ട. ഇവർ ഇങ്ങനത്തെ രീതിയിൽ ജീവിക്കണം. അവരുടെ സംസ്കാരങ്ങളാണ്. നമ്മളതിന് ചോദ്യം ചെയ്യില്ല. നമ്മൾ വന്നപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം.